തിരുവനന്തപുരം വെള്ളനാട്ടിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം. ചാരായ വേട്ടയ്ക്കെത്തിയ ഉദ്യോഗസ്ഥർക്കാണ് വെട്ടേറ്റത്. വ്യാജ വാറ്റ് സംഘമാണ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതെന്നാണ് വിവരം. സംഭവത്തിൽ 3 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, എപ്പോഴാണ് സംഭവം? പ്രശാന്തിലേക്ക് വരാം. ഗുരുതരമായൊരു സംഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. 3 ഉദ്യോഗസ്ഥർക്കാണ്, എക്സൈസ് ഉദ്യോഗസ്ഥർക്കാണ് വെട്ടേറ്റത്. ഗുരുതരമായി പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം വെള്ളനാടാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ചാരായ വേട്ടയ്ക്കെത്തിയ ഉദ്യോഗസ്ഥർക്ക് നേർക്കാണ് ആക്രമണം നടന്നത്. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. വ്യാജവാറ്റ് സംഘമാണ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതെന്നാണ് വിവരം. ചാരായ വേട്ടയ്ക്ക് എത്തിയപ്പോഴാണ് ഈ ഒരു ആക്രമണം ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടാകുന്നത്. തിരുവനന്തപുരം വെള്ളനാട്ടിലാണ് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. നിലവിൽ 3 ഉദ്യോഗസ്ഥർക്ക് വെട്ടേറ്റു എന്നറിയാൻ സാധിക്കുന്നുണ്ട്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്? ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരം സംഭവം ഉണ്ടാകുന്നത്. വ്യാജ സംഘമാണ് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടത്. ജിഷ്ണു, ശ്രീകാന്ത്, ഗോകുൽ എന്നിവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ നെടുമങ്ങാടിന് സമീപത്തായി ഇത്തരം വെള്ളനാടിന് സമീപത്ത് ഒരു ഉൾപ്രദേശത്താണ് സംഭവം നടക്കുന്നത്. കോഴി ഫാമിനോട് ചേർന്ന് വ്യാജ ചാരായം വാറ്റുന്നു എന്നൊരു രഹസ്യ വിവരം എക്സൈസിന് ലഭിച്ചിരുന്നു. അങ്ങനെ ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥലം നിരീക്ഷിച്ചു വരികയായിരുന്നു. കുറച്ച് ദിവസങ്ങളായി ഈ സ്ഥലം നിരീക്ഷിച്ചു വരികയായിരുന്നു. അതിനെ തുടർന്ന് ഇന്ന് ഒരു ഉച്ചയോടുകൂടി ഈ എക്സൈസ് സംഘം സ്ഥലത്തെത്തി ഈ വ്യാജ വാറ്റ് സംഘത്തെ പിടിക്കാൻ ഒരുങ്ങുകയും ചെയ്തു. തുടർന്ന് എക്സൈസ് സംഘം എത്തിയതറിഞ്ഞത് ഈ വ്യാജ വാറ്റ് സംഘത്തിലുണ്ടായിരുന്ന 2 പേർ വടിവാളെടുത്ത് കത്തിയും വാളും എടുത്ത് വീശുകയായിരുന്നു. ആ ആക്രമണത്തിൽ ഇവരെ കീഴടക്കുന്നതിനിടയിലാണ് 2 ഉദ്യോഗസ്ഥർക്ക് പരിക്ക് പറ്റുന്നത്. കൈക്കും അതോടൊപ്പം തന്നെ 2 പേരുടെയും വിരലിനും കൈക്കും പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് നീണ്ടൊരു മൽപ്പിടുത്തം നടത്തുകയും ആ മൽപ്പിടുത്തത്തോടുകൂടിയാണ് പ്രതികളെ 2 പേരെ പിടികൂടുകയും ചെയ്തത്. പോലീസ് 2 പേരെയും പിടികൂടിയിട്ടുണ്ട്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് ഈ 2 പ്രതികളും. മാത്രമല്ല നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണെന്നും എക്സൈസ് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവരുടെ പക്കൽ നിന്നും 10 ലിറ്ററിലധികം വരുന്ന മദ്യവും കോളയും പിടിച്ചെടുത്തുവെന്നും എക്സൈസ് പറയുന്നുണ്ട്. ഒട്ടേറെ സമയം ഇവരുമായി ഈ അക്രമ സംഘവുമായി പോലീസിന് ഇടപെടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇവരെ കീഴടക്കിയത്. സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നെടുമങ്ങാടിന് സമീപത്ത് വെള്ളനാട് ഒരു ഉൾപ്രദേശം കേന്ദ്രീകരിച്ചായിരുന്നു വ്യാജവാറ്റ് സംഘം ഇത്തരത്തിൽ പ്രവർത്തനം നടത്തിയിരുന്നത്. അതനുസരിച്ച് പിടിക്കാൻ ചെന്ന എക്സൈസ് ഉദ്യോഗസ്ഥർക്കാണ് ഇപ്പോൾ വ്യാജവാറ്റ് സംഘത്തിന്റെ പക്കൽ നിന്നും പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. ശരി, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.